കേരള FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ശുഭദിനം പ്രോഗ്രാമിലേക്ക്. ഇന്ന് 6 ഡിസംബർ 2020 ഞായറാഴ്ച. ഒരു കഥയിലൂടെ നമുക്ക് ചിന്തയിലേക്ക് കടക്കാം. ഒരിടത്ത് ഒരു കുഞ്ഞി തത്ത നിരന്തരം പരാതിയാണ്. തൻ്റെ ചുണ്ട് വളഞ്ഞ് ഭംഗിയില്ലാത്തതാണ്. തത്തമ്മ ചുണ്ടിൻ്റെ ഭംഗിയെക്കുറിച്ച് അമ്മ പറഞ്ഞു കൊടുത്തുവെങ്കിലും കുഞ്ഞിത്തത്ത അംഗീകരിക്കുവാൻ തയ്യാറായതേയില്ല. അവൾ തെളിവുകൾ നിരത്തി. പൊന്മാൻ്റെ ചുണ്ടുകൾ നോക്കൂ അമ്മേ, നീളമുള്ളവയല്ലേ. കാക്കയുടെ ചുണ്ടുകൾ നോക്ക്, എന്ത് ബലമാണ്. കോഴിയുടെ ചുണ്ട് കണ്ടിട്ടുണ്ടോ, എത്ര മൂർച്ചയുള്ളതാണ്. അമ്മ സഹികെട്ട് കുഞ്ഞിനോട് പറഞ്ഞു, നീ പോയി പക്ഷികളുടെ രാജാവിനെ കാണ്, അദ്ദേഹം എന്തെങ്കിലും പരിഹാരം നിനക്ക് പറഞ്ഞു തരും. കുഞ്ഞിത്തത്ത പരാതി രാജാവിന് മുൻപിൽ നിരത്തി. രാജാവ് ചോദിച്ചു, നിനക്ക് മീൻ ഇഷ്ടമാണോ? തത്ത പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, അല്ല. എലിയെ തിന്നുമോ? അയ്യേ, ചിന്തിക്കാൻ പോലും പറ്റില്ല. പുഴുക്കളെ തന്നാലോ? തത്ത മറുപടി പറഞ്ഞു, എനിക്ക് അവയെ കാണുന്നത് പോലും അറപ്പാണ്, വെറുപ്പാണ്. പൊന്മാന്റെ ചുണ്ട് മീൻ പിടിക്കുവാനും കാക്കയുടേത് എലികളെ തിന്നാനും കോഴിയുടേത് പുഴുക്കളെ കൊത്തി തിന്നുവാനുമാണ്. നിന്റെ സുന്ദരമായ ചുണ്ടുകൾ പഴങ്ങളും കായ്കളും ഭക്ഷിക്കുവാനുള്ളതാണ്. അവരുടെ ചുണ്ടുകൾ വെച്ച് നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. ഓരോ ജീവിതത്തിനും വ്യത്യസ്തമായ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഒരാളും മറ്റൊരാളെ പോലെ ആകണമെന്നില്ല. അറിവിലും കഴിവിലും അഭിരുചികളിലും ഒന്നും തന്നെ ഒരു മാച്ചിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ പോലെ ആകാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സുഹൃത്തുക്കളുടെ ഗുണങ്ങൾ നമ്മളുടെ പരാതികളാവരുത്. അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള മമത നമ്മുടെ തന്നെ കഴിവുകളെ കാർന്നു തിന്നരുത്. ഒരാളുടെ വലം കൈയും മറ്റൊരാളുടെ ഇടം കാലും മൂന്നാമതൊരാളുടെ തലച്ചോറും നമുക്ക് മാറ്റിവെച്ചാൽ നമ്മളല്ലാതെയായി പോകും. അവരൻ്റെ വലിപ്പം കണ്ട് കണ്ണുമഞ്ഞളിക്കാതെ, സ്വന്തം വലിപ്പം കണ്ട് കണ്ണുമ ചിമ്മാതെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളുടേതായുള്ള ഒരു ഇടം, ഒരു സ്പേസ് ഈ ലോകത്ത് ഉള്ളതുപോലെ നമുക്കെല്ലാവർക്കും നമ്മളുടേതായ വിവിധങ്ങളായ കഴിവുകളും ഉണ്ടെന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്നേ ദിവസത്തെ ശുഭദിനം ഇവിടെ പരിസമാപ്തിയിലെത്തുന്നു. This is RJ James signing off. Thank you.